ക്രിസ്തുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 136 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു: നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന്. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ ഏത് സാഹചര്യത്തിനകത്തുകൂടെ കടന്നു പോയാലും, എത്ര വലിയ താഴ്ചയ്ക്കകത്ത് പോയാലും നിങ്ങളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. നമ്മളെ ഓർക്കുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ പലപ്പോഴും പക്ഷെ മറന്നു പോകും. മനുഷ്യരൊക്കെ നമ്മളെ മറന്നു പോകും. പക്ഷെ ഈ വചനത്തിൽ ഒരു പ്രവചന ശബ്ദമായി നമ്മളോട് പറയുന്നു, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട്. ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ താഴ്ചയിലൂടെ പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, ആരും നിന്നെ ഓർക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളോട് കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ ഓർക്കും, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഞാൻ നിങ്ങളെ മാനിക്കുമെന്ന്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന താഴ്ചയുടെ അവസ്ഥയ്ക്കകത്ത് നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അല്ലെങ്കിൽ താഴ്ചയിൽ ഒത്തിരി താഴ്ന്ന അവസ്ഥയിൽ ഒത്തിരി പ്രതികൂലത്തിനകത്ത് പോയിരിക്കുന്ന ഒരു വ്യക്തിയാണ് മൊർദെഖായി. ഒത്തിരി താഴ്ന്നിരിക്കുക. ഹാമാന്റെ മുന്നിൽ ഹാമാനെ വെച്ച് നോക്കുമ്പോൾ താൻ ഒത്തിരി താഴേക്കാണ് കിടക്കുന്നത്. തനിക്ക് പദവി കൊണ്ടോ ഒരു രീതി കൊണ്ടും താൻ ഉയർന്നെന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ തനിക്കെതിരെ മൊർദെഖായിക്കെതിരെ ഹാമാൻ ഒരുക്കിയ പദ്ധതികൾക്കകത്ത് താഴ്ചയിൽ കിടന്ന മൊർദെഖായിയെ കർത്താവ് ഓർത്തു. ദൈവം ഓർത്തു. മൊർദെഖായിയെ മാനിച്ചെങ്കിൽ ആ താഴ്ന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉന്നത പദവിയിലേക്ക് പിശാചിന് നിന്നെ തൊടാൻ കഴിയാതെ ആ ഒരു നിലവാരത്തിൽ മൊർദെഖായിയെ ഉയർത്തിയെങ്കിൽ, ഇന്ന് ഒരു പ്രവചന ശബ്ദമായി ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഓർക്കുന്ന, ഒരുപക്ഷെ നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ ഒത്തിരി പേര് കാണും. കൂടെ നിന്നവർ, നിങ്ങൾ ഒത്തിരി സ്നേഹിച്ചവർ, നിങ്ങൾ ചേർത്ത് പിടിക്കുന്ന കരുതിയവരൊക്കെ നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാനും ചവിട്ടിത്താഴ്ത്തുവാനും കാണും. പക്ഷെ നിങ്ങളുടെ ആ താഴ്ന്ന സാഹചര്യത്തിൽ, പ്രതികൂലത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങളെ ഓർത്ത് നിങ്ങളെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ദേശത്ത് നിങ്ങളെ മാനിക്കുന്ന, താഴ്ന്ന അവസ്ഥയിൽ നിന്ന് പട്ടണത്തിൽ നിന്നെ മാനിക്കുന്ന, നീ ആയിരിക്കുന്ന രാജ്യത്ത് നിന്നെ മാനിക്കുന്ന, നീ ആയിരിക്കുന്ന കുടുംബത്തിനകത്ത് നിന്നെ മാനിക്കുന്ന. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെയോ നോക്കി ഞാൻ ഇന്ന് രാവിലെ പ്രവചിക്കുകയാണ്. ഹല്ലേലൂയ. ചില കുടുംബങ്ങൾക്കകത്ത് താഴ്ന്ന അവസ്ഥയിൽ, താഴ്ചയിൽ, പ്രതികൂലത്തിൽ, സങ്കടത്തിലായിരിക്കുന്ന ആരെയെ നോക്കി ഇന്ന് പ്രവചന ശബ്ദമായി ഞാനിത് കൈമാറുന്നു. നിന്റെ താഴ്ചയിൽ നിന്നെ ഓർക്കുന്ന ഒരു ദൈവം. ഈ ദൂതിന് ആമേൻ പറയുക, സ്വീകരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.